ഇന്ന് കാർഷിക മേഖല അവഗണിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കർഷകരെ സംരക്ഷിക്കാൻ അവർ സംഘടിതരല്ല എന്നുള്ളത് അവരെ അവഗണിക്കുന്നുണ്ട്. അവർ സംഘടിക്കണം. ഇന്ന് ദൈവാനുഗ്രഹത്തായി ഇൻകാം അവരുടെ സംഘടനകൾ ഇന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി വന്യമൃഗശല്യം, അതുപോലെ വനം വർദ്ധിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ചില രഹസ്യ അജണ്ടകൾ, മനുഷ്യന്റെ ജീവന് മൃഗങ്ങളുടെ ജീവന് പോലും വില കൊടുക്കാത്ത ഒരു സംസ്കൃതി ഏറ്റവും നന്നായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അവർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവരല്ല, സംരക്ഷിക്കുന്നവരാണ്. കൃഷി ചെയ്യുന്നവരും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരും ഒക്കെയാണ് അവര്. പിന്നെ അമിതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഈ കാട്ടുമൃഗങ്ങളുടെ എണ്ണം, വിദേശ രാജ്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ മനുഷ്യന്റെ എണ്ണം നിയന്ത്രിക്കണമെന്ന് പറയുന്ന ബന്ധപ്പെട്ട സർക്കാർ എന്തുകൊണ്ട് കാട്ടുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു? അതിന് പരിധി വെക്കുന്നില്ല. വനം വകുപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ വേണ്ട വിധം ഈ കാര്യത്തിൽ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്ക്, സർക്കാരുകൾക്ക് ഉണ്ട്.